ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 4. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. വിവർത്തനം: കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ടു മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. ഭാവാർത്ഥം: തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ടു വേണം സന്യാസം സ്വീകരിക്കുവാൻ. ഭൗതിക ചിന്താവ്യഗ്രരായ മനുഷ്യരുടെ ഹൃദയശുദ്ധീകരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവയാണ് ആ കർമ്മങ്ങൾ. ഈ ശുദ്ധീകരണം കൂടാതെ പെട്ടെന്ന് ചതുർത്ഥാശ്രമം സന്യാസം സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല. സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണന് തുല്യനാവാമെന്നാണ് ചില തത്വചിന്തകന്മാരുടെ അഭിപ്രായം. ഭഗവാൻ കൃഷ്ണൻ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഹൃദയശുദ്ധിയില്ലാത്ത സന്യാസം കേവലം സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമത്രേ. മറിച്ച് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ബുദ്ധിയോഗം അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി, ഭഗവാന് അത് സ്വീകാര്യമായിരിക്കും. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ആ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ചെറു കൃത്യവും കടുത്ത വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാവും. ശ്ലോകം 5. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹവശ കർമ്മ സർവപ്രകൃതി ചൈർഗുണൈഃ. വിവർത്തനം: ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഭാവാർത്ഥം: ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിന് ഇളകാൻ കഴിയുകയില്ല. സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ്. ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം. അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും. ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു. ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം. എന്നാൽ കൃഷ്ണാവബോധപരമായ തൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിലാണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്തു തന്നെ ആയാലും നന്മയ്ക്കായി ഭവിക്കൂ. ശ്രീമദ് ഭാഗവതം 1:5-17 പറയുന്നു: ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്നപക്കോദ പദേ തതോ യതി യത്ര ക്വാവാ ഭദ്രമ ഭൂതമൂഷ്യകിം കോവാർത്ഥ ആപ്തോ ഭജതാം സ്വധർമ്മതഃ. കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവകമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ, ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്നു തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാവുകയോ ചെയ്യുകയില്ല. മറിച്ച് കൃഷ്ണാവബോധം ഉദിച്ചിട്ടില്ലാത്ത ഒരാൾ ശാസ്ത്രവിധി അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം? അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഈ നിലയിലെത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ്. സന്യാസം ഉൾപ്പെടെയുള്ള
ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധമാകുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേയുള്ളൂ. കൃഷ്ണാവബോധമില്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.